ചാനൽ ഇനി പോകുന്നത് ട്രിച്ചി ഈസ്റ്റ് മണ്ഡലത്തിലേക്കാണ്. ട്രിച്ചി ഈസ്റ്റിലാണ് വിജയ് മത്സരിക്കുന്നത്. ട്രിച്ചി ഈസ്റ്റ് മണ്ഡലത്തിൽ വിജയുടെ വിജയസാധ്യതകൾ എന്ത് എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിലെ ട്രിച്ചി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പലരും പല പേരുകളിലാണ് വിളിച്ചിട്ടുള്ളത്. തിരുച്ചിറാപ്പള്ളി എന്ന് വിളിക്കുന്നവരുണ്ട്. തിരുച്ചിറാപ്പള്ളി ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ നിയമസഭാ മണ്ഡലം വരുന്നത് എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ വിജയ് അവിടെ നിന്ന് താനൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന മട്ടിൽ നിന്ന് ട്രിച്ചി ഈസ്റ്റിൽ നിന്ന് മത്സരിക്കുകയാണ്. അത് അവിടെയും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഒരു താരപ്രഭ തനിക്കുണ്ടെന്നും അത് അവിടെ ഒരു വിജയത്തിന് സഹായിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷ വിജയ്ക്കുണ്ട്. 2021 53,797 വോട്ടുകളോടെ, അതായത് 31.13% ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിച്ചത് DMK MLA ഇനിഗോ എസ് ഇരുദയ രാജാണ്. അദ്ദേഹമാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ വരുന്നത്. ADMKയിലെ ജി രാജശേഖരനും NTKയിലെ ഡോക്ടർ കൃഷ്ണസ്വാമിയും ആണ് മറ്റ് മത്സരാർത്ഥികളായി അവിടെ വരുന്നത്. എന്നാൽ ഈ ക്രൈസ്തവ നല്ലേന ഇയക്കത്തിൻ്റെ സംഘടനാ സ്ഥാപകനായ ഇരുദയ രാജും അതുപോലെ ഈ വെള്ളാർ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള വിജയും തമ്മിലായിരിക്കും നേരിട്ടുള്ള ഒരു പോരാട്ടം എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതുവഴി ക്രിസ്ത്യൻ വോട്ടുകൾ രണ്ടുപേർ കൂടി വിഭജിച്ചെടുക്കും എന്നത് ഒരു ഘടകമാണെന്നും അതുകൊണ്ട് തനിക്ക് ജയിക്കാൻ കഴിയും എന്നാണ് ADMKയിലെ ജി രാജശേഖരൻ വ്യക്തമാക്കുന്നത്. ജി രാജശേഖരനും വെള്ളാർ സമുദായത്തിൽ നിന്നുള്ള ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആ വോട്ടുകൾ, അവിടുത്തെ ഹൈന്ദവ വോട്ടുകൾ തനിക്ക് അനുകൂലമായി വരും. ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിക്കാൻ കഴിയും, ഹൈന്ദവ വോട്ടുകൾ തനിക്ക് അനുകൂലമായി വരും എന്നതാണ് ADMK സ്ഥാനാർത്ഥിയുടെ ഒരു പ്രതികരണം. കാരണം ഈ തമിഴ്നാട് പ്രത്യേകിച്ച് ഈ ജാതി സമവാക്യങ്ങളൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമായി അവിടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാറുണ്ട്. ഈ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് സ്ഥാനാർത്ഥികളെ നിർത്താറ്. പ്രബല സമുദായങ്ങൾക്ക് ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിർത്താത്തത്. അപ്പോൾ NDAക്ക് വേണ്ടി ഹിന്ദു വോട്ടുകൾ നേടാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയാണ് അവിടെ ഈ ADMK സ്ഥാനാർത്ഥിക്കുള്ളത്. ഏതായാലും ഭരണവിരുദ്ധ വികാരം ഈ മണ്ഡലത്തിൽ വലിയ തോതിൽ തങ്ങൾക്ക് ഗുണം ചെയ്യും എന്നാണ് അവിടെ പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട്, DMK ഭരണത്തിന് കീഴിലുള്ള അഴിമതി അവിടെ വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കി എന്ന് ഒരു അവകാശവാദം വിജയുടെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു. ഇത് വിജയ്ക്ക് എത്ര കണ്ടിത് ഗുണപ്രദമാകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ തൻ്റെ ആരാധകർ, അതുപോലെ യുവാക്കൾ, അതുപോലെ ഒരു തവണ വിജയ്ക്കൊരു അവസരം നൽകണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം, പിന്നെ അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഒരു പിന്തുണ, ഇതൊക്കെ വിജയ്ക്ക് അനുകൂലമാകും എന്നാണ് വിജയ് ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. തിരുച്ചിയിൽ ഇത് രണ്ടാം തവണയാണ് മുഖ്യമന്ത്രി പരിവേഷമുള്ള ഒരാൾ വരുന്നത്. 2011 ജയലളിത അവിടെ ജില്ലയിൽ ശ്രീരംഗത്ത് വന്ന് മത്സരിക്കുകയൊക്കെ ചെയ്തത്. അത് തിരുച്ചിയുടെ ഒരു നഗരത്തിൻ്റെ ഒരു സബർബൺ ഏരിയയാണ്. അവിടെയാണ് ജയലളിത ശ്രീരംഗത്ത് ഒരു തവണ മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരുന്നുവെന്ന ഒരു നേരത്തെ മറ്റ് പെരമ്പൂരിലുള്ള ആ ഒരു പ്രതീതി ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ അറിയില്ല. ഏതായാലും വിജയുടെ താരപ്രഭ അവിടെ ഗുണം ചെയ്യും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വെള്ളാർ ക്രിസ്ത്യൻ ഘടകത്തിന് പുറമെ ഈ മണ്ഡലത്തിൽ ഏറ്റവും അധികം ശക്തിയുള്ള ഈ തൊഴിലാളി വിഭാഗങ്ങൾക്കാണ്. തൊഴിലാളി വിഭാഗങ്ങൾക്ക് അവിടെ വലിയ മേൽക്കൈയുണ്ട്. തിരുച്ചി എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വ്യവസായ മേഖലയാണ്. അതോടൊപ്പം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളൊരു മേഖലയാണ്. വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു മേഖലയാണ്. അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു വലിയ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതുകൂടി ശ്രദ്ധേയമാണ്. 2008 ഈ ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ അതിർത്തി നിർണയത്തിന് ശേഷമാണ് തിരുച്ചിറാപ്പള്ളി ഈസ്റ്റ് എന്ന മണ്ഡലം രൂപീകരിക്കുന്നത്. നമ്മുടെ തിരുച്ചി എന്നവർ പറയുന്നു, തിരുച്ചിറാപ്പള്ളി എന്ന് പറയുന്നു, ട്രിച്ചി എന്ന് പറയും, അങ്ങനെ പല പേരുകളിൽ. നേരത്തെ ഈ പ്രദേശം തിരുച്ചിറാപ്പള്ളി 2 മണ്ഡലം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവിടെ മുനിസിപ്പൽ വകുപ്പ് മന്ത്രി ഒരു DMK സ്ഥാനാർത്ഥി അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അതാണ് KN നെഹ്റു. KN നെഹ്റു ട്രിച്ചി മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. അപ്പോൾ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് നെഹ്റു. അപ്പോൾ ഇവിടെ അദ്ദേഹം ട്രിച്ചി വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണ ജനവിധി തേടുന്നത്. അപ്പോൾ ഇവിടെ വിജയ് വെള്ളാർ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സ്വാധീനം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും എന്ന് കരുതുന്നു. വിജയ് ഈ സീറ്റിൽ നിന്ന്
സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ DMK ഇരുദയരാജിനെ നിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഇതിന് ഇപ്പോൾ ഈ DMK സ്ഥാനാർത്ഥിയെ ഏറ്റവും അധികം പിന്തുണച്ച് അവിടെ എത്തുന്നത് DMK സ്ഥാനാർത്ഥിക്ക് വേണ്ട സഹായങ്ങൾ പൂർണ്ണമായി ചെയ്യുന്നത് KN നെഹ്റു എന്ന DMK നേതാവാണ്. തൻ്റെ മുഴുവൻ ശക്തിയും ഇരുദയരാജിന് പിന്നിൽ അണിനിരത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്റ്റാലിൻ പോലും അദ്ദേഹത്തിന് വേണ്ടി അവിടെ പ്രചരണത്തിനെത്തി. അപ്പോൾ ആ മണ്ഡലം എന്തു വില കൊടുത്തും പിടിച്ചെടുക്കുക എന്നത് DMK ഒരു വലിയ വിഷയമായി അവിടെ ഉയർത്തി കാണിക്കുകയാണ്. കലഞ്ചർ മകളിയർ ഉരുമൈ തിട്ടം എന്ന് ഒരു പദ്ധതി തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയിരുന്നു. വിടിയൽ പയനം എന്നൊരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇത് വിടിയൽ പയനം എന്നത് ഈ ബസ്സിൽ സ്ത്രീകൾക്ക് നൽകുന്ന സൗജന്യ യാത്രയാണ്. അപ്പോൾ ഇതൊക്കെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ DMK നടത്തിയ നീക്കമാണെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്. അപ്പോൾ DMKക്ക് അത് ഗുണം ചെയ്യും എന്നവർ കരുതുന്നു. അതേപോലെ തന്നെ ഈ കലഞ്ചർ മകളിയർ ഉരുമൈ തുകൈ തിട്ടം എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കാൻ നൽകാവുന്ന ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ ഭാഗമായി 12,000 രൂപയോളം അവർക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ അവരുടെ അവകാശങ്ങൾ, അവരുടെ ഒരു ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പല പരിപാടികളും ഈ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതികൾ ഒക്കെ ഒരു നേട്ടമുണ്ടാക്കും അവിടെ എന്നാണ് DMK പ്രതീക്ഷിക്കുന്നത്. അതാണ് അവർക്ക് വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്നത്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തിരുച്ചി ഈസ്റ്റിലെ ഹൈന്ദവ ദളിത് വോട്ടുകൾ, മുസ്ലിം സമുദായ വോട്ടുകൾ എന്നിവ ഏതു വഴിക്ക് നീങ്ങുന്നു എന്നത് വിജയത്തെ നിർണ്ണയിക്കും എന്ന് അവിടെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായി മറ്റു വിഭാഗങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ ആർക്ക് അനുകൂലമായി വരും എന്നതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പിൽ ഈ ജാതിപരമായി ചിന്തിക്കുക അല്ലെങ്കിൽ മതപരമായി ചിന്തിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാടല്ലെങ്കിലും പല സ്ഥലങ്ങളിലും ഈ ഒരു നിലയിലാണ് അവർ വോട്ട് രേഖപ്പെടുത്തുന്നത്. അവരുടെ വോട്ടുകൾ ആണ് പ്രധാനമായി രാഷ്ട്രീയ പാർട്ടികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ആ തലത്തിൽ ഈ ചലച്ചിത്ര ലോകത്തിൻ്റെ പ്രശസ്തിയിൽ മുന്നേറാൻ ശ്രമിക്കുന്ന വിജയ്ക്ക് എന്ത് നേടാൻ കഴിയും അവിടെ നിന്ന് എന്നുള്ള ഒരു വലിയ ചോദ്യം. ഏതായാലും ട്രിച്ചി ഈസ്റ്റിൻ്റെ പൊതു കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2021 അവിടെ DMK സ്ഥാനാർത്ഥി ജയിക്കുന്നതിൻ്റെ ഭൂരിപക്ഷം നമുക്ക് ഒന്ന് സ്ക്രീനിൽ നോക്കാം. അത് 53,797 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ട്രിച്ചി ഈസ്റ്റിൽ നിന്ന് ഇനിഗോ എസ് ഇരുദയരാജ് ജയിക്കുന്നത്. അപ്പോൾ ഇനിഗോ എസ് ഇരുദയരാജിനെയാണ് വീണ്ടും DMK ഇത്തവണയും രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. ഒപ്പം ADMKയുടെ G രാജശേഖരനാണ് അവിടെ തെരഞ്ഞെടുപ്പിന് ഇത്തവണ മത്സരിക്കുന്നതെങ്കിൽ നേരത്തെ അവിടെ N നടരാജനായിരുന്നു ADMK സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 53,797 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇനിഗോ ഈ N നടരാജനെ പരാജയപ്പെടുത്തുന്ന അതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2016 കണക്ക് കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2016 വരുമ്പോൾ അവിടെ 2016 കണക്ക് വരുമ്പോൾ N നടരാജൻ ADMK സ്ഥാനാർത്ഥി അവിടെ 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലമാണ്. അതാണ് പിന്നീട് ജെറോം ആരോഗ്യരാജ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടാണ് ആ മത്സരം നടന്നത്. അത് 58,000 വോട്ടുകൾ മാത്രമേ ജെറോമിന് നേടാൻ കഴിഞ്ഞുള്ളൂ. അതോടൊപ്പം രോഹയ ഷെയ്ഖ് മുഹമ്മദ് DMKയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചു. അപ്പോൾ ഈ ട്രിച്ചി ഈസ്റ്റ് 2016 21,897 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ADMK ജയിച്ച മണ്ഡലമാണ്. അവിടെയാണ് ഇനിഗോ പിന്നീട് ഇപ്പോൾ 53,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ വലിയ അട്ടിമറി സാധ്യതകൾ ഉള്ള ഒരു മണ്ഡലം ആണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായിരിക്കാം ഒരുപക്ഷെ വിജയിയെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ചലച്ചിത്ര ലോകത്തെ പ്രശസ്തിയിൽ മുന്നേറാൻ വിജയ് ശ്രമിക്കുന്നു. പലപ്പോഴും ഈ നടന്മാർ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ വലിയ ശ്രദ്ധാകേന്ദ്രങ്ങളായിരുന്നു. നമുക്കറിയാം പാലക്കാടുകാരനായ എം ജി രാമചന്ദ്രൻ എന്ന MGR തമിഴക രാഷ്ട്രീയത്തിൽ തലിത്തിയ ശക്തി. ജയലളിത, അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഒരു നാടാണ് തമിഴകം. അവിടുത്തെ പല മുതിർന്ന അഭിനേതാക്കൾക്കും രാഷ്ട്രീയം നന്നായി വഴങ്ങിയിരുന്നു. TVKക്ക് അവരെല്ലാം കൂടി ഇപ്പോൾ അവിടെ പൊതുവെ കണക്കാക്കുന്നത് 10 മുതൽ 15% വോട്ട് വരെ ലഭിക്കാം എന്നതാണ് പൊതുവെ പറയുന്നത്. പക്ഷേ TVK സ്വന്തം നിലയിൽ അവരൊരു കണക്കെടുക്കുമ്പോൾ അവർക്ക് 30%-ലധികം വോട്ടുകൾ കിട്ടും തമിഴ്നാട്ടിൽ എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തു വന്നാലും ഈ വിജയെ നിയമസഭയിൽ എത്തിക്കുക എന്നത് ഒരു വലിയ ദൗത്യമായി അവരുടെ പാർട്ടി എടുക്കുന്നു. അതിനുവേണ്ടിയുള്ള
എല്ലാ ശ്രമങ്ങളും ആരായുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയായി വിജയ് ഉയർന്നു വരുമോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. ഒരു MGR ആയി, ഒരു ജയലളിതയെ പോലെയായി, അല്ലെങ്കിൽ ഒരു ആന്ധ്രയിൽ വന്ന NTRനെ പോലെ വിജയ്ക്ക് ഈ തമിഴക രാഷ്ട്രീയത്തിൽ ഒരു വലിയ ശക്തിയായി മാറാൻ കഴിയുമോ? ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2 മണ്ഡലങ്ങളിൽ വരുമ്പോൾ വിജയ് അവിടെ ഏത് തരത്തിലുള്ള ഒരു പ്രതിഫലനമായിരിക്കും വിജയുടെ ഇലക്ഷൻ റിസൾട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുക? ഇതൊക്കെ വരാനിരിക്കുന്ന തമിഴക രാഷ്ട്രീയത്തിൻ്റെ പുതിയ ദിശാബോധത്തെ അത് ചൂണ്ടുപലകയായി നിൽക്കും. പുതിയൊരു രാഷ്ട്രീയ ശക്തിയായി വിജയ് ഉയർന്നു വന്നാൽ അത് പലതരത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കും. അതെങ്ങനെ ഉയർന്നു വരും, ഏത് തരത്തിൽ വരുമെന്നൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കും. അതേസമയം വലിയ തോതിൽ മറ്റ് 2 മുന്നണികളിലുള്ളവരും വിജയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ്. സിനിമയിലെ ജനപ്രീതി വോട്ടാകുമോ എന്നവർ ചോദിക്കുന്നു. വിജയ് ഫാക്ടർ തമിഴ് രാഷ്ട്രീയത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് അവർ തറപ്പിച്ച് പറയുകയും ചെയ്തു. പക്ഷേ യുവാക്കൾ എങ്ങനെ ചിന്തിക്കും? കന്നി വോട്ടർമാരെ സ്വാധീനിക്കാൻ വിജയ്ക്ക് കഴിയുമോ? അങ്ങനെ കഴിയുമെന്ന് ചില ഘട്ടങ്ങളിൽ ചിലരൊക്കെ തന്നെ വിലയിരുത്തലുകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ വെല്ലുവിളി വിജയ്ക്ക് മുന്നിലുള്ളത് ഈ ജനപ്രീതിയെ സ്ഥിരമായ രാഷ്ട്രീയ പിന്തുണയാക്കി മാറ്റുക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. അതൊരു വലിയ വെല്ലുവിളിയാണ്. വിജയുടെ ആ രാഷ്ട്രീയ പ്രവേശനത്തിന് ആദ്യഘട്ടത്തിൽ ലഭിച്ച അംഗീകാരം പിന്നീട് അങ്ങോട്ട് ഉണ്ടാകുമോ എന്ന ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നു. അധികാരമാറ്റം സൃഷ്ടിക്കാൻ തക്ക വലുപ്പത്തിലേക്ക് അത് വളരുമോ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നു. പക്ഷെ തമിഴക രാഷ്ട്രീയത്തിൽ ഈ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ എന്തായാലും വിജയ് ഫാക്ടർക്ക് കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് എത്ര, ഏത് തരത്തിൽ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. അപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ അതിൻ്റെ പൂർണ്ണമായ രീതിയിലുള്ള പോരിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ആ വിജയ് ഫാക്ടർ എന്തായിരിക്കും, അത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സഗൗരവം ഉറ്റുനോക്കുകയും ചെയ്യും. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.